ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ന് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ സമാപിക്കുന്ന ദിവസം കൂടിയാണ്. 3000-ഓളം കേന്ദ്രത്തിലായി 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. അതേസമയം പുസ്തകങ്ങൾ നേരത്തെ കിട്ടിയ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ കമലേഷ് കൂടി ചേരുകയാണ്. കമലേഷ്, അധികമൊന്നും പുറകോട്ട് നോക്കണ്ട. ഒരു 9 വർഷം പുറകിലോട്ട് പോയാൽ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് പഠിച്ചൊരു കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമ്മൾ ഈ 2025 എത്തുമ്പോൾ 9ാം ക്ലാസ്സിലെ പരീക്ഷ തീരും മുമ്പ് 10ാം ക്ലാസ്സിലെ പുസ്തകം കൈകളിലേക്ക് എത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല മാറിയ 9 വർഷങ്ങൾ. സുവർണ ലിപികളിൽ എഴുതണം ഈ കാലം. മനു, തീർച്ചയായും ആ വലിയ ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാല അനുഭവങ്ങൾ UDF മന്ത്രിസഭയൊക്കെ ഇവിടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് എന്തായിരുന്നു കുട്ടികളുടെ സ്ഥിതി, പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു, അവിടുത്തെ പരീക്ഷകളുടെ സ്ഥിതി എന്തായിരുന്നു, ഇപ്പോൾ പറഞ്ഞ പാഠപുസ്തകങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു എന്നെല്ലാമുള്ള കഥകൾ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. വിദ്യാലയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മികവിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ ഓരോന്നും മാറിക്കഴിഞ്ഞിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എല്ലാ വിദ്യാലയങ്ങളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള വിദ്യാലയങ്ങളുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞു. ആ നിലയിൽ വലിയ പുരോഗതിയാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ഒരു നാഴികക്കല്ലുകൂടി നമ്മൾ കടന്നു വെക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്തത്, അതിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചത്, അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഏതായാലും ആ നിലയിൽ തന്നെ വിദ്യാഭ്യാസ മേഖല വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഇന്നിപ്പോൾ SSLC +2 പരീക്ഷകളൊക്കെ അവസാനിക്കുകയാണ്. ഇന്ന് സമാപിക്കുന്ന ദിവസമാണ്. കുട്ടികളെല്ലാം പരീക്ഷയുടെ ആ ഒരു ചൂടൊക്കെ കഴിഞ്ഞ് ഇനി വേനൽ അവധിക്ക് അല്ലെങ്കിൽ ഒരു അവധിക്കാലത്തിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സംസ്ഥാനത്താകെ 3000-ഓളം കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2964 കേന്ദ്രങ്ങളിലായി 4,25,861 കുട്ടികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗൾഫിലെ 7 കേന്ദ്രങ്ങളിലായി 682 പേരും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 447 പേരും പരീക്ഷ എഴുതി. അതോടൊപ്പം ഈ പരീക്ഷകൾ കഴിയുന്നു എന്നതിനൊപ്പം അതിൻ്റെ ഒരു ആഹ്ലാദത്തിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയ ഒരു ആഘോഷ പ്രകടനങ്ങളൊക്കെ തന്നെ സ്കൂളുകളുടെ ഭാഗമായി നടക്കാറുണ്ട്. അത്തരം ആഘോഷ പ്രകടനങ്ങളിൽ ഒരു നിയന്ത്രണം വേണം എന്ന ഒരു കാര്യം കൂടി മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് ഇത് സംബന്ധിച്ച് നിരീക്ഷിക്കണമെന്ന ഒരു തരത്തിൽ തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വലിയ തരത്തിൽ ഒരു ആഘോഷങ്ങൾ വഴിതെറ്റിപ്പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത്. വലിയ അക്രമ സംഭവങ്ങൾ, അടിപിടികളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും നടക്കാറുണ്ട്. വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളിൽ റേസ് നടത്തിയും മറ്റ് കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടുള്ള പരിപാടികൾ, അപകടകരമായ നിലയിലുള്ള പരിപാടികൾ സ്കൂളുകളിൽ സാധാരണഗതിയിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കുട്ടികൾ പോകരുത് എന്ന നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നു. അതോടൊപ്പം പോലീസിനും ഇത് സംബന്ധിച്ച്, അതായത് ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായം ഉൾപ്പെടെ തേടണമെന്നുകൂടിയാണ് അതായത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരോട് വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും പരീക്ഷയുടെ ചൂടൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇനി ഒരു അവധിക്കാലം ആഘോഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതോടൊപ്പമാണ് ഈ കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം കൂടി കയ്യിൽ വരുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനു.